കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം സ്വീറ്റ് വിദ്യാഭ്യാസ കൂട്ടായ്മയിൽ മൈൻഡ് മാസ്റ്റർ ചെസ് അക്കാദമി, ഋതു ടെക് കണക്ട് എന്നിവയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ നിർവഹിച്ചു. അറിവ് നിർമ്മിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമായി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് സ്വീറ്റ് മുൻപോട്ട് വയ്ക്കുന്ന ഇത്തരം പരിപാടികൾ മുതൽക്കൂട്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു കുറച്ചു കാലം. ഇന്ന് അദ്ദേഹം ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ചെസ് ഏറെ ഇഷ്ടപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിനോദം ചെസ് ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. ലോകത്താകെയുള്ള മനുഷ്യരുടെ യഥാർത്ഥത്തിൽ ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് എന്ന് പറയാം, സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയും ഇന്ന് ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ കോണുകളിലും അദ്ദേഹത്തിന് പിന്തുടർച്ചക്കാരും അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ ആശയങ്ങളെ പിന്തുടരുന്ന ധാരാളം പേരുള്ള ഒരു വ്യക്തി. ആരാണെന്ന് പറയാമോ? ഞാൻ ഉദ്ദേശിച്ചത് ചെഗ്വേരയാണ്. അദ്ദേഹം ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം ചെസ്സാണെന്ന് പറയുകയും ചെസ് കളിക്കാൻ ഇഷ്ടമുള്ള സമയം കിട്ടാവുന്ന സമയത്തൊക്കെ ചെസ് കളിക്കുകയും ചെയ്തിരുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചെഗ്വേര. എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചെഗ്വേര എന്നതുകൊണ്ടാണ് ഇത് സൂചിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ ആശയപരമായിട്ടൊക്കെ വിയോജിപ്പോ വ്യത്യസ്തതയോ ഒക്കെ ഉണ്ടാവാട്ടോ. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. വളരെ ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിയെ, ശേഷിയെ, ചിന്തയെ ഒക്കെ വളരെ വളരെ നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താനും അതിനെ നമുക്ക് വളർത്താനും ഒക്കെ കഴിയുന്ന അന്തരീക്ഷം ചെസ്സിനുണ്ട് എന്നതും വളരെ പ്രധാനമാണ്. കുറച്ചൊക്കെ ചെസ് കളിക്കാൻ എനിക്കറിയാം. നമ്മുടെ ഇവിടെ ബോർഡ് സജ്ജീകരിച്ചിട്ടുള്ളത് തന്നെ ഒരു വ്യത്യസ്തതയാണ്. അത് ഞാൻ ലൈബ്രറി സ്വീറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നൂതനമായിട്ടുള്ള ഒരു സംവിധാനമായി കൂടി കാണുകയാണ്. നമ്മൾ ചെസ് സാധാരണ എങ്ങനെയാ ബോർഡ് വെക്കുക? ഒരു തികഞ്ഞ ഒരു പ്രതലത്തിൽ എങ്ങനെയാണ് വെക്കുക, അല്ലെ? നിരപ്പായ പ്രതലത്തിൽ ചെസ്സിന്റെ ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ അതിലെ കരുക്കൾ നീക്കുക. അപ്പൊ ഇവിടെ നമുക്ക് അത് തന്നെ മാഗ്നറ്റിക് ആണെന്ന് തോന്നുന്നു, അല്ലെ? മാഗ്നറ്റിക് ആണ്. അപ്പോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ശാസ്ത്രത്തിന്റെ നേട്ടത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് വരെ പരിചയപ്പെടുത്തുക എന്ന് മാത്രമല്ല, വേറിട്ട നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലം ഉണ്ടാക്കുകയാണ്. അതാണ് ലൈബ്രറി സിറ്റി വിജ്ഞാനം. വെറും വിജ്ഞാനം മാത്രമല്ല, ആ വിജ്ഞാനത്തെ, അറിവിനെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ചിന്തയുണ്ടാവുക. ചടങ്ങിൽ SV രാമനുണ്ണി സ്വാഗതം പറഞ്ഞു. ചെസ് കുട്ടികൾക്ക് നൽകുന്ന ഗുണമേന്മകളെ കുറിച്ച് P. ഷംസുദ്ദീൻ സംസാരിച്ചു. AI സാധ്യതകൾ ഉദാഹരണ സഹിതം അമൻ AS, നിപുൺ പരമേശ്വരൻ, അഭിനവ് C, മണികണ്ഠൻ N എന്നിവർ പരിചയപ്പെടുത്തി.